Hello dears, welcome back to our class. Today let's have a quick revision on the full lessons. വളരെ ഫാസ്റ്റായി നമുക്കിന്ന് നമ്മുടെ ലെസൺസ് എല്ലാ ലെസൺസിലെയും മെയിൻ പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ച് വളരെ ഫാസ്റ്റായിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ലെറ്റ് മീ ഗിവ് യു സം ടിപ്സ് ടു സ്കോർ ഫുൾ മാർക്സ്. നമ്മുടെ എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചില ടിപ്സും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, യു ഷുഡ് അറ്റൻഡ് all the 1 mark and 2 marks questions. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ 1 മാർക്കിൻ്റെയും 2 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം, എഴുതിയിരിക്കണം. അതുപോലെ തന്നെ 6 മാർക്സ് അല്ലെങ്കിൽ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എത്രയാണോ ചോദിച്ചേക്കുന്നത്, എത്രയെണ്ണമാണോ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് വരുന്നത്, ചോയ്സ് ആയിട്ട് തരുന്നത്, അത്രയും ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. കാരണം 6 മാർക്സ് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒത്തിരി എഴുതി നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. എന്നാൽ 1 മാർക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കഴിയുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തേക്കാം. ഓക്കെ, ദെൻ യു ഷുഡ് റൈറ്റ് ദ ആൻസേഴ്സ് ഓഫ് ഓൾ ദ ഗ്രാമർ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഗ്രാമർ പോർഷൻ, അത് 2 മാർക്സ് ആകാം, 4 മാർക്സ് ആകാം, അങ്ങനെയുള്ള ഗ്രാമർ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അത് ജസ്റ്റ് ആ ഗ്രാമറിൻ്റെ വേർഡ്സ് ആൻസേഴ്സിൻ്റെ ആ ഒരു ആൻസർ മാത്രം ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ, ദെൻ ടൈം മാനേജ്മെൻറ്റ് വേണം. അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്ര എഴുതണം, അല്ലെങ്കിൽ ഒരു 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എത്ര ടൈം നിങ്ങൾക്ക് വേണം, അങ്ങനെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് എഴുതുകയാണെങ്കിൽ അതിന് വേണ്ട ടൈം നിങ്ങളൊന്ന് സേവ് ചെയ്ത് വേണം ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് മാർക്ക് അനുസരിച്ച് തന്നെ എഴുതുക. അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 1 വേർഡ് അല്ലെങ്കിൽ 1 സെൻറ്റൻസ്, ദാറ്റ്സ് ഇനഫ്. 2 മാർക്സ് 2 സെൻറ്റൻസ്, ദാറ്റ്സ് ഇനഫ്. ദെൻ 4 മാർക്സ് ഒരു പേജിൻ്റെ ഹാഫ് എഴുതുക. 6 മാർക്സ് 1 പേജ് അല്ലെങ്കിൽ 1.5 പേജസ്. 8 മാർക്സ് 2 പേജ് അല്ലെങ്കിൽ 2.5 പേജ് എഴുതുക. ഓക്കെ, മോഡൽ എക്സാം ദാറ്റ്സ് എ ട്രയൽ ഓഫ് പബ്ലിക് എക്സാം. നാളെ നിങ്ങൾ മോഡൽ എക്സാം എഴുതുമ്പോൾ പബ്ലിക് എക്സാമിൻ്റെ ട്രയലായിട്ട് തന്നെ എഴുതുക. 2.5 hours അല്ലെ, 2.5 മണിക്കൂർ കൊണ്ട് 80 മാർക്സിന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നു എന്നുള്ളൊരു ട്രയലാണ്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് എഴുതുക. എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ ബെസ്റ്റ് വിഷസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതുക. നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ കഴിഞ്ഞു, ആൻസേഴ്സ് എല്ലാം കറക്റ്റായിട്ട് എഴുതാൻ കഴിഞ്ഞു, നമുക്ക് നാളെ ചെക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ ഫ്രം ദ ഫസ്റ്റ് ലെസൺ, 3 L's ഓഫ് എംപവർമെൻറ്റ്, ദാറ്റ് ഈസ് റിട്ടൺ ബൈ ക്രിസ്ത്യൻ ലഗാർഡ്. അപ്പോൾ ഈ ലെസണിൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ, തന്നെ ഏതൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് നല്ലൊരു സെൻറ്റൻസ് തന്നെ നമുക്ക് എഴുതാം. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ടെൽ യു everything, that is important questions of everything, important portions of everything is uploaded. Please search the playlist +2 English. Everything is included in the playlist +2 English. There is separate playlist for grammar, then previous question papers, ഫോക്കസ് ഏരിയ ലെസൺസ് അല്ലേ, നമുക്കെല്ലാം സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ +2 ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റ് നോക്കുക, അതിൽ എല്ലാം ഉണ്ട്, ഒന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനീ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അതിലുണ്ട്. ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ചിലർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, പേടിക്കേണ്ട. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഞാനീ പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുക, അത് നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് കയ്യിൽ വെച്ചേക്കാം. ഞാൻ ടെക്സ്റ്റ് വെച്ചാണ് പറയുന്നത്, ടെക്സ്റ്റ് കയ്യിൽ വയ്ക്കുക. ഫസ്റ്റ് ലെസൺ, ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, റിട്ടൺ ബൈ ക്രിസ്ത്യൻ ലഗാർഡ്. ദാറ്റ്സ് എ സ്പീച്ച്. അതിൽ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് ടെക്സ്റ്റിലെ സെയിം പോയിൻറ്റ്സ് തന്നെ പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഈ ലെസൺ ബേസ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അതിലെ സെയിം പോയിൻറ്റ്സ് എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. റൈറ്റപ്പ് വരാം, എസ്സേ, ആർട്ടിക്കിൾ, സ്പീച്ച്. അപ്പോൾ ഓരോന്നും മാർക്ക് ബേസിസിൽ തന്നെ നിങ്ങൾ എഴുതുക. ഓക്കെ, നോക്കി, ദ 21st century poses many challenges അല്ലേ. സോ ഇൻ ദിസ് സ്പീച്ച് Christian Lagarde emphasizes the importance of women or the importance of empowering women in our society. അപ്പോൾ അതിൽ ഓരോരോ പറയുന്നുണ്ട് അല്ലേ. Christian Lagarde says in 3 ways we can empower the women. They are by giving them learning, labor and leadership. അപ്പോൾ അതിൽ ആ ഓരോന്നിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പേജ് നമ്പർ 9 അതിൽ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് നോക്കി. ഞാനതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് വായിക്കുന്നു, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. The first thing is about learning. Learning, that is education. Education is the foundation upon which any change is built. Learning helps, women to help themselves and break the shackles of exclusion.
Nowhere is this more essential in the developing world. There is an African adage, നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. ഏതാ? If you educate a boy, you train a man. If you educate a girl, you train a village. അപ്പോൾ 3 L's of empowerment അല്ലെങ്കിൽ empowering women through learning ചോദിച്ചാൽ ഈ ആഫ്രിക്കൻ ആഡേജ് എഴുതുക. ദാറ്റ് യു ഷുഡ് അണ്ടർലൈൻ. ഞാൻ എപ്പോഴും പറയുന്നതാണ് 6 മാർക്സ് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എല്ലാ ടീച്ചേഴ്സിനും ആൻസേഴ്സ് ഫുൾ വായിക്കാൻ പറ്റില്ല. അത് ഇംഗ്ലീഷ് എന്നല്ല, എല്ലാ സബ്ജക്ട്സും യു ഷുഡ് അണ്ടർലൈൻ ദ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്. ഫുൾ സെൻറ്റൻസ് വരയ്ക്കണമെന്നില്ല, പോയിൻറ്റ്സ്, ജസ്റ്റ് അണ്ടർലൈൻ ദ പോയിൻറ്റ്സ്. അപ്പോൾ you should underline this African adage. Then second step, that is labor. Labor facilitates women to flourish and achieve their true potential. At present, women participate in the workforce. They are stuck in low paying, low status and low security jobs. Then our most basic norm should be equal pay for equal work. Then we should eliminate gender gaps in economic participation that will increase the per capita income. Then we should promote the opportunity for women in the workplace. Then we should change the laws by ensuring that property and ഇൻഹെറിറ്റൻസ് ലോസ്. അപ്പോൾ വിമൻ എംപവർമെൻറ്റ് റിലേറ്റ് ചെയ്ത് ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ കാണണം. ജനറലായിട്ട് നിങ്ങൾക്ക് പോയിൻറ്റ്സ് എഴുതാം. അതോടൊപ്പം ടെക്സ്റ്റിലെ സെയിം സെൻറ്റൻസ് യു ഷുഡ് റൈറ്റ് കേട്ടോ, എഴുതിയേക്കുക. അത് നിങ്ങൾ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് പേജ് 10, അതിലും കുറേ പോയിൻറ്റ്സ് ഉണ്ട് ലേബറിനെ കുറിച്ച് അല്ലേ. ഇംപ്ലിമെൻറ്റ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. Women can achieve greater economic independence. So that women can achieve greater economic independence. And the third L is leadership. Leadership enables women to rise and fulfill their innate abilities and talents. They can make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. It is true that women sometimes lack the confidence to match their competence. They need to change the mindset and reset the narrative in their favor. Women should be ready to dare the difference. അപ്പോൾ ഈ സെൻറ്റൻസ്, ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നതിന് സഹായിക്കും കേട്ടോ. Women should be ready to dare the difference. They should take risk and step out of their comfort zones. Then last paragraph that is important. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. The 3 L's will help the women to get there. If we dare the difference, then the difference will deliver. അപ്പോൾ ഇതിലെ പോയിൻറ്റ്സ് ഞാൻ ഈ ലെസൺ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടൈമുണ്ട്. മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു 1 വീക്ക്, ഒരു 10 ഡേയ്സ് കിട്ടുന്നുണ്ട് അല്ലേ, ഒരു 10 ഡേയ്സ് കിട്ടുന്നുണ്ട്. കറക്റ്റ് 10 ഡേയ്സ് ഉണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലെസൺ റിലേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന കോഡ്സ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചേ. എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തൊരു നല്ലൊരു കോട്ട് പറഞ്ഞേ. Education is the most powerful weapon that we can use to change the world. That is said by Nelson Mandela. Then one pen, one book and one teacher can change the world. That is told by Malala Yousafzai. Okay, അതുപോലെ വേറെയും കുറേ കൊട്ടേഷൻസ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. A woman is the tea bag. You never know how strong she is until it gets in hot water. That is told by Eleanor Roosevelt. Education is the key to unlock the golden door of freedom. അങ്ങനെ കുറേ കൊട്ടേഷൻസ് കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. നിങ്ങൾക്ക് ഇനി കൊട്ടേഷൻസ് പഠിക്കണമെങ്കിൽ കോഡ്സ് ഫോർ A+ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അതിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന സിമ്പിളായ കോഡ്സ് ഒന്ന് എഴുതി വയ്ക്കുക. നാളെ അതങ്ങ് പ്രയോഗിക്കുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ലെസൺ. Any Woman, written by Catherine Tynan. പോയിറ്റിൻ്റെ പേര് മറക്കരുത്. ചിലപ്പോൾ ഒരു 1 word ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. ഹൂ ഈസ് ദ പോയിറ്റ് ഓഫ് ദ പോം Any Woman? ഓക്കെ, പിന്നെ അതിൽ പറയുന്നത് എന്താ,
this poem emphasizes the importance of women, any woman in a family. That may be a mother, grandmother, sister, daughter, any woman. The importance of any woman in a family, that is any woman. അപ്പോൾ ഇതിൽ പറയുന്നത് which is the important figure of speech used in this poem? Metaphor. I am the fire, I am the pillar, I am the heat. അല്ല, ഈ പറയുന്നതെല്ലാം മെറ്റഫറാണ്. പിന്നെ ഇതിൽ I റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ദാറ്റ് ഈസ് അനഫോറ. അനോഫോറ മീൻസ് റെപ്പറ്റീഷൻ ഓഫ് എ വേർഡ് ഓർ എ ഫ്രേസ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ ആദ്യത്തെ വേർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അനഫോറ. ഓക്കെ. In this poem, the poet Catherine Tennant says, Mother is the vita lux et more. Vita lux et more. That is a Latin word that means mother is the life, light and love. Vita lux et amor. That means life, light and love. Vita, V-I-T-A, lux, L-U-X, et, E-T, amor, A-M-O-R. That is a Latin word. കേട്ടോ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. യു ഷുഡ് അണ്ടർലൈൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ആ കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അറിയില്ല. ഓക്കെ. പിന്നെ ഇതിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് 4 ലൈൻസ് തന്നതിന് ശേഷം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് മിക്കവാറും ആ 4 ലൈനിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ അതിൽ അപ്രീസിയേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്രീസിയേഷൻ ഉറപ്പായും പഠിക്കുക. +2 നമുക്ക് ഒരു അൺനോൺ പോയം തന്നതിന് ശേഷം കമ്പയർ ചെയ്യാനാണ് ചോദിക്കുന്നത്. ദാറ്റ് മേ ബി എനി വുമൺ, മെൻറ്റിംഗ് വാൾ, റൈസ്. ഈ 3 പോയം നിങ്ങൾ അപ്രീസിയേഷൻ പഠിച്ചിട്ട് പോവുക. ഈ 3 പോയമിൽ ഏതെങ്കിലും ഒരു പോയം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് പറയുന്നുണ്ട്, നാളെ ഞാൻ മിക്കവാറും ഈ ടൈമിൽ നമ്മുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വരും അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഞാനിന്ന് പറയുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് ഞാൻ നാളെ പറയും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഈ 3 പോയമിൽ ഏതെങ്കിലും ഒരു പോയമായിരിക്കും കമ്പയർ ചെയ്യാൻ ചോദിക്കുന്നത്. അപ്രീസിയേഷൻ പഠിക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ പഠിച്ച പോയമിൻ്റെ അപ്രീസിയേഷൻ എഴുതുന്നതിന് 4 മാർക്സ് കിട്ടുമല്ലോ അല്ലേ. 4 മാർക്സ് കിട്ടും. പിന്നെ തന്നേക്കുന്ന പോയമിൻ്റെ കുറേ കാര്യങ്ങൾ എഴുതുന്നതിന് 4 മാർക്സ്. ജസ്റ്റ് എഴുതുക, അതിലെ പോയിറ്റ് ഏതാണ്, പിന്നെ പോയം ഏതാണ്, അതിൻ്റെ ടൈറ്റിൽ പറയുക. 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ അതിൻ്റെ തീം മനസ്സിലാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ലൈൻസ് എഴുതുക. ജസ്റ്റ് നിങ്ങൾ ഏത് പോയം അപ്രീസിയേഷൻ ചോദിച്ചാലും എഴുതാവുന്ന കോമൺ പോയിൻറ്റ്സ് എന്നൊരു വീഡിയോ ഉണ്ടല്ലോ, അത് നോക്കി അത് ഞാൻ പറയുന്ന അതിൽ തന്നേക്കുന്ന പോയിൻറ്റ്സ് തന്നെ ജസ്റ്റ് ഒരു 1.5 പേജ് നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. പിന്നെ ഈ ഏത് പോയമാണ് കമ്പയർ ചെയ്യാൻ ചോദിക്കുന്നത് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൽ കുറേ കാര്യങ്ങൾ എഴുതുമ്പോൾ അതൊരു 1 പേജ് ആവില്ലേ. അപ്പോൾ 8 മാർക്സിന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 2.5 പേജസ് എഴുതാം അല്ലേ. 2.5 പേജാണ് നമുക്ക് വേണ്ടത്. അത് ഈസി ആയിട്ട് എഴുതാം. പോയം അപ്രീസിയേഷൻ നിങ്ങൾ എഴുതുന്നത് നല്ലതാണ്, മാർക്ക് കിട്ടും, കുഴപ്പമില്ല കേട്ടോ. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് പോയം അപ്രീസിയേഷൻ. ഓക്കെ. അപ്പോൾ അത് നോക്കുക. ഇതിൽ ലാസ്റ്റ് സ്റ്റാൻസ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഐ ആം ദ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ. ദാറ്റ് മീൻസ് മദർ ഗിവ്സ് പ്രൊട്ടക്ഷൻ ടു ദ ചിൽഡ്രൻ. അതിൽ പിന്നെ ഇതിലെ അമ്മയുടെ സ്നേഹം പറയുന്നുണ്ട് അല്ലേ. ലവ് ഓഫ് എ മദർ, സാക്രിഫൈസിങ് മെൻറ്റാലിറ്റി ഓഫ് ദ മദർ. ദാറ്റ് ഈസ് ദ വുമൺ, എ വുമൺ ലേഡ് ഇൻ എ മേഞ്ചർ. ദാറ്റ് റെഫേഴ്സ് ടു the Mary, the mother of Jesus Christ. Take me not till the children grow. The poem ends with a poem. The poem ends with a prayer. What is the prayer? Prayer. The mother prays God not to take away until her children grow or until her children grow. മക്കൾ വളരുന്നത് വരെ ദൈവമേ എന്നെ എടുക്കരുതേ. That is the prayer of the mother. ഓക്കെ. അപ്പോൾ അതാണ് അതിലുള്ളത്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ റൈറ്റപ്പ് ചോദിക്കുകയാണെങ്കിൽ 6 മാർക്സ് ചോദിക്കുകയാണെങ്കിൽ ഒരു 1.5 പേജസ് എഴുതുക. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെ എഴുതുക. 1 or 2 മാർക്സ് ആണെങ്കിൽ അങ്ങനെ എഴുതുക. ഓക്കെ. ഗ്രാമർ എല്ലാം നിങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ ഗ്രാമർ ശരിയാണെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ മാർക്ക് നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ മറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് തരും. ഓക്കെ. അപ്പോൾ 1 മാർക്ക്, 2 മാർക്സ്, 4 മാർക്സ് നിങ്ങൾക്ക് എഴുതാം. Then next lesson, that is Matchbox, written by Asha Purna Debbie. Why the writer compares matchbox to women? എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട്. ബിക്കോസ് ദ വേ, പേജ് നമ്പർ 17, ഫസ്റ്റ് പാരഗ്രാഫ്. Why matchbox is compared with women? Because of the way matchboxes are. Even though they have enough gunpowder to set 100 langas aflame,
They sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. Okay, that's why Matchbox or women is compared with Matchbox. അതുപോലെ ഈ സ്റ്റോറിയുടെ ലാസ്റ്റ് പറയുന്ന പാരഗ്രാഫിലും അതിൻ്റെ ആൻസർ ഉണ്ട് അല്ലേ? പേജ് നമ്പർ 21. This is precisely why I compare women to matchboxes. കണ്ടോ, even when they have the materials within themselves to set off many raging fires, they never flare up and burn away the mask of men's high-mindedness, their large-heartedness. They don't burn away their own colorful shells. അപ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നറേഷൻ ചോദിക്കാം. ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നോമിതാസ് മദർ, അജിത്ത്. ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാനൽ ഡിസ്കഷന് ചിലപ്പോൾ വിമൻ എംപവർമെൻറ്റ് റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഈ ലെസൺ റിലേറ്റ് ചെയ്തോ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ ചോദിക്കാം. പേപ്പർ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ പേപ്പർ പ്രസൻറ്റേഷന് ചോദിക്കുന്നത് ആ ടോപ്പിക് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുക. പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി, നിങ്ങൾ എഴുതുന്നത് കറക്റ്റ് ആയിരിക്കും. പിന്നെ അതിൽ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന വേർഡ്സ് യു ഷുഡ് അണ്ടർലൈൻ. ഓക്കെ, അപ്പോൾ പാനൽ ഡിസ്കഷന് ഒരു പേപ്പർ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സെമിനാർ, ഇന്ന ടോപ്പിക്കിനെ കുറിച്ചൊരു സെമിനാർ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പർ തയ്യാറാക്കാൻ പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. വെൽക്കമിങ് സ്പീച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പാനലിസ്റ്റിനെ വെൽക്കം ചെയ്യുന്നത്. ദെൻ ബ്ലർബ് റൈറ്റിംഗ് ഓർമ്മിച്ചേക്കുക. ഇപ്പോൾ മാച്ച് ബോക്സ് അല്ലെങ്കിൽ ഹൊറിഗലിൻ്റെ ഒരു ബ്ലർബ് റൈറ്റിംഗ് എന്നാൽ ദാറ്റ് ഈസ് ദ നോട്ട്സ് ഓർ സംതിങ് ദാറ്റ് ഈസ് അബൌട്ട് ദ ബുക്ക്, ഈ ബുക്കിനെ കുറിച്ച്. അപ്പോൾ മാച്ച് ബോക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഹൊറിഗലു അല്ലെങ്കിൽ ഏതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബ്ലർബ് എഴുതാൻ ചോദിച്ചാലും ടൈറ്റിൽ കൊടുക്കുക. പിന്നെ ഒരു കുഞ്ഞ് പാരഗ്രാഫ് 4 മാർക്സിനായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയാമല്ലോ. 1 to 10 1 മാർക്ക് ക്വസ്റ്റ്യൻ, പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് 2 മാർക്സ്, പിന്നെ 4 മാർക്സ്, 6 മാർക്സ്, 8 മാർക്സ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ പറഞ്ഞേക്കുന്നത്. മിക്കവാറും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മോഡൽ എക്സാം എല്ലാം ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് നടന്നത്. ഇപ്പോൾ ഇംഗ്ലീഷും അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ 4 മാർക്സ് ആയിരിക്കും ബ്ലർബ് അല്ലെങ്കിൽ ബ്ലോഗ് റൈറ്റിങ്ങിന് വരുന്നത്. ഓക്കെ, ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതിനെക്കുറിച്ചാണ് വരുന്നത് ഹെഡിങ് കൊടുത്തങ്ങ് എഴുതുക. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ പേജ് നമ്പർ 24 ഉണ്ട്. നിങ്ങൾക്കറിയാം, ഈ കാണുന്നത് പോലെ പേജ് നമ്പർ 24 പറയുന്നത് പോലെ അങ്ങ് ജസ്റ്റ് ബ്ലർബ് ഏതിനെക്കുറിച്ചാണോ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ലെസൺ ഹൊറിഗലു. That is on page number 26. Horigalu is an anecdote written by Suthamurthy. That is an incident that happened in the life of Suthamurthy. ഇതിൽ 2 ഇൻസിഡൻറ്റ് സുധാമൂർത്തി പറയുന്നുണ്ട്. ഒന്ന് ചൈൽഡ്ഹുഡിൽ ഗ്രാൻഡ് ഫാദറുമായിട്ട് റിലേറ്റ് ചെയ്തത്, മറ്റൊന്ന് ദാറ്റ് ഈസ് അബൌട്ട് വൺ ഓഫ് ഹെർ കൊളീഗ്സ്, ദാറ്റ് ഈസ് രത്ന. കൊളീഗായ അല്ലെ വർക്കറായ രത്നയുമായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ് അത്. രത്ന ഡ്യൂറിങ് ദ ലഞ്ച് ടൈം ഷി യൂസ് ടു ടോക്ക് വിത്ത് the colleagues. She behaved or she talked with them like a counselor. Ratna behaved like a counselor. അപ്പോൾ ഒരു കൗൺസിലർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അല്ലേ? നല്ലൊരു ലിസണിങ് കപ്പാസിറ്റി വേണം. പിന്നെ എ കൗൺസിലർ ഷുഡ് നോട്ട് റിവീൽ ദ ട്രൂത്ത് ദാറ്റ് ഈസ് ടോൾഡ് ബൈ ഹെർ ക്ലയൻറ്റ് ഓർ ദ പേഴ്സൺ. അവർ പറയുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ദാറ്റ് വിൽ ബി എ ബിട്രയൽ അല്ലേ? അവർ നമ്മൾ ബിട്രേ ചെയ്യുന്നതിന് തുല്യമാണ് നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക. പിന്നെ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ആസ് ഹ്യൂമൻ ഹൊറിഗലൂസ് അല്ലേ? സുധാമൂർത്തി രത്ന ആൻഡ് ഗ്രാൻഡ് ഫാദർ ആസ് ഹ്യൂമൻ ഹൊറിഗലൂസ്. അത് ഞാൻ വീഡിയോ തന്നിട്ടുണ്ട് ആ ആൻസർ. അതുപോലെ തന്നെ ദ ട്രെമൻഡസ് സോഷ്യൽ വർക്ക് ഡൺ ബൈ സുധാമൂർത്തി ആൻഡ് രത്ന, ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന, അവർ രണ്ടുപേരും ചെയ്ത ട്രെമൻഡസ് സോഷ്യൽ വർക്ക് എന്തായിരുന്നു അല്ലേ? ദ യൂസ് ടു ഹിയർ ദ വറീസ് ആൻഡ് ബേർഡൻസ് ഓഫ് അതേഴ്സ്. ജസ്റ്റ് ലിസണിങ് വിൽ ഹെൽപ്പ് ദം ടു റിലീവ് ദെയർ വറീസ് അല്ലേ? അവർ ജസ്റ്റ് ഒന്ന് കേൾക്കുമായിരുന്നു, ഒരു കൗൺസിലറുടെ വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ സ്റ്റോണിനെ പറയുന്നുണ്ട് അല്ലേ? പേജ് നമ്പർ 26 പറയുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റായിട്ട് പേജ് നമ്പർ 26 ഫസ്റ്റ് പോർഷൻ ലാസ്റ്റ്.
Horgelu literally means a stone that can bear weight. It was a large flat stone placed horizontally over two vertical stones, thus making a stone bench on which anyone could sit and rest a while, chat with a fellow traveler and exchange the news of the road. അല്ലേ? അപ്പോൾ അതാണ് ലിറ്ററലി ഹോർഗലു എന്ന് പറഞ്ഞാൽ, അല്ലെ, ഒരു ഇരിക്കാനുള്ളൊരു ഫ്ലാറ്റ് ഒരു സ്റ്റോൺ ബെഞ്ചാണ്. അപ്പോൾ ഇതിൽ ഗ്രാൻഡ് ഫാദർ പറയുന്നത് എവ്രി വൺ ഇൻ എ ലൈഫ്, പേജ് നമ്പർ 27 ആ സെക്ഷൻ ഫസ്റ്റ് സെക്ഷനിലെ ലാസ്റ്റാണ്. ഹൊർഗലു ഈസ് എസെൻഷ്യൽ എനി ജേർണി. വൈ? എന്തുകൊണ്ടാണ് നമ്മുടെ യാത്രയിൽ ഒരു ഹൊർഗലു വേണം? ബിക്കോസ് വി ഓൾ ക്യാരി അവർ ബേർഡൻസ് അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്. But every once in a while, we need to stop, put down that burden and take rest. Only then we can be refreshed enough to pick up the Lord once more. The Horgalu gives everyone that opportunity to do so. It helps people regain their strength. കണ്ടോ? അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്, ദാറ്റ് ഈസ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് രത്ന. രത്നയുടെ ക്യാരക്ടർ സ്കെച്ച് നമുക്കറിയാം. രത്ന ഈസ് വൺ ഓഫ് ദ കൊളീഗ്സ് ഓഫ് സുധാമൂർത്തി, അല്ലേ? ആരെക്കുറിച്ചാണോ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്നത് അയാളുടെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കാം. അതുപോലെ തന്നെ പ്രൊഫൈൽ എഴുതാൻ ചോദിക്കുമ്പോഴും ആരെക്കുറിച്ചാണോ പ്രൊഫൈൽ ചോദിക്കുന്നത് അവരുടെ പേര് ഹെഡിങ് ടൈറ്റിലായിട്ട് കൊടുക്കുക. നല്ലൊരു സെൻറ്റൻസ് പറഞ്ഞു തുടങ്ങുക. ഇപ്പോൾ രത്നയെക്കുറിച്ചാണെങ്കിൽ രത്ന, അല്ലേ, രത്ന എന്ന് പറഞ്ഞതിന് ശേഷം രത്നയുടെ, അല്ലേ, നല്ലൊരു ക്വാളിറ്റി. അപ്പോൾ അവളുടെ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ് ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്, അല്ലേ, മറ്റുള്ളവരോട് ആ ഒരു ചിയർഫുൾനെസ് പകർന്നു കൊടുത്ത, ഇൻഫെക്ഷ്യസ് ആയിട്ട് ചെയ്ത നല്ലൊരു ക്വാളിറ്റി. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു നല്ലൊരു ക്വാളിറ്റി പറഞ്ഞ് പിന്നെ അങ്ങ് എഴുതുക. അപ്പോൾ ഇതിൽ നോക്കി പേജ് നമ്പർ 27 സെക്കൻഡ് പാരഗ്രാഫിൽ രത്ന എ സീനിയർ ക്ലർക്ക്, ഷീ ഈസ് വൺ ഓഫ് ദ കൊളീഗ്സ് ഓഫ് സുധാമൂർത്തി, മിഡിൽ ഏജ്ഡ്, ഓൾവേസ് സ്മൈലിംഗ്. Then she had done her graduation and she had been working in the company for nearly 25 years. Then even if it is a repetitive or mundane work, mundane means dull, not interesting work, she had an infectious cheerfulness. അല്ലേ? പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എവറി ഡേ ഡ്യൂറിങ് ദ ലഞ്ച് അവർ ഷീ വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺ ഇൻ വൺ ഓഫ് ദ റൂംസ് ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. പിന്നെ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ രത്നയുടെ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ സെയിം ക്യാരക്ടറാണ് ഗ്രാൻഡ് ഫാദറും. ആ ബനിയൻ ട്രീയുടെ അണ്ടർ ദ ബനിയൻ ട്രീ ഹി വുഡ് സിറ്റ് ആൻഡ് ഹി യൂസ് ടു ഹിയർ ദ വറീസ് ഓഫ് ദ പേഴ്സൺസ് ദേ യൂസ് ടു ക്യാരി ദ ബേർഡൻസ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ വരും? അപ്പോൾ ഇതിൽ ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമെ ചിലപ്പോൾ വരാം, അല്ലേ? ഇത് റിലേറ്റ് ചെയ്ത് നമുക്ക് ഒരു ആപ്ലിക്കേഷന് പിന്നെ നമ്മുടെ ബയോഡേറ്റ എഴുതാൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇർഫാൻ എലമെൻ്റ് ലെസനാണ്. എനിവേ, നറേഷൻ ചോദിക്കാം. ഇപ്പോൾ ഒരു നറേഷൻ്റെ എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. ദെൻ കമ്പയർ ചെയ്തും ക്യാരക്ടേഴ്സ് ചോദിക്കാം. ഗ്രാമർ ഇതിൽ വരുന്നുണ്ട്. ക്ലോസ്, അജക്റ്റീവ് ഫ്രേസ്, അല്ലേ? അപ്പോൾ ഇതിൽ മുമ്പ് ചോദിച്ചിട്ടുണ്ട് റിലേറ്റീവ് പ്രോണൗൺ ഹൂ, വിച്ച്, വെയർ, വെൻ, ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ മാൻ ഡാഷ് ഈസ് ലിവിങ് നിയർ ദ ബസ് സ്റ്റോപ്പ് ഈസ് മൈ അങ്കിൾ. അപ്പോൾ ദ മാൻ ഓർ ദ പേഴ്സൺ അവിടെ വരുന്ന റിലേറ്റീവ് പ്രോണൗൺ ഹൂ, അല്ലേ? അപ്പോൾ ഒരു പ്ലേസ് ആണെങ്കിൽ വെയർ, ഒരു സാധനമാണെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ്. അപ്പോൾ ആ സബ്ജക്റ്റ് അനുസരിച്ച് നമുക്ക് ആ റിലേറ്റീവ് പ്രൊനൗൺ, ആ വേർഡ് യൂസ് ചെയ്യാം. അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം. മുമ്പ് ചോദിച്ചിട്ടുണ്ട് 1 or 2 മാർക്സിന്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ലെസൺ, പേജ് നമ്പർ 35, ദാറ്റ് ഈസ് മെൻറ്റിംഗ് വാൾ written by Robert Frost. മെൻറ്റിംഗ് വാൾ ദാറ്റ് എംഫസൈസസ് ബ്രദർഹുഡ്, അല്ലേ? അതൊരു ഹാർമോണിയസ് ലൈഫിനെ സൂചിപ്പിക്കുകയാണ്. It conveys the attitude of two persons, the poet. Who is the poet? Robert Frost, the poet and his neighbor. The poet, Robert Frost, he doesn't love or he doesn't like to have a wall between their property. But his neighbor, he loves or likes to have a wall between their property. അല്ലേ? അപ്പോൾ ഇതിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് പറയുന്നത്. അപ്പോൾ അതിൽ നെയ്ബർ ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു സേയിങ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ക്യാൻ യു ഗസ് ഓർ ക്യാൻ യു റിമൈൻഡ് ദാറ്റ് സേയിങ്?
യെസ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല അയൽക്കാർ നല്ല വേലി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല വേലി, നല്ല ഫെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നെയ്ബേഴ്സ് ആയിരിക്കാം എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, പല പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. That is the first line, something there is that doesn't love a wall. And one more thing, good fences make good neighbors. ഓക്കെ, അപ്പോൾ ആ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. പേജ് നമ്പർ 37 ആ ലാസ്റ്റ് ലൈൻസ്, ആ 4 ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ some are lows and some are nearly balls. അവിടെ figure of speech, which is the figure of speech there? Some are lows and some are so nearly balls. Metaphor. Some are lows. ചിലത് ലോസ് തന്നെയാണ്, ചിലത് നിയർലി ബോൾസ് തന്നെയാണ്. ഷേപ്പ് ഓഫ് ദ സ്റ്റോൺ ദാറ്റ് ഈസ് റെഫേർഡ് ദെയർ. ദെൻ വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. അല്ലേ, അവിടെ നമുക്കൊരു സ്പെൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഹൈപ്പർബലിയാണ് കേട്ടോ. ഹൈപ്പർബലി പോയിട്ട് ഒരു ഹൈപ്പർബലിക്കായിട്ട് പറയാണ്, അതിശയോക്തിയോട് പറയാണ്. We have to use a spell to make them balance. Stay where you are until our backs are turned. You stay there. അപ്പോൾ അവിടെ കല്ലിനോട് പോയിട്ട് പറയുകയാണ്, ഒരു പേഴ്സണെ പോലെ പറയുകയാണ്. Stay where you are until we come back. അങ്ങനെ സ്റ്റേ ഒരാളിനോട് പറയുന്നു, ഒരു പേഴ്സണോട് പറയുന്നത് കൊണ്ട് there the figure of speech is personification. We wear our fingers rough with handling them. അപ്പോൾ ഒരു അൺസാവേജ് അല്ലെങ്കിൽ അൺകൾച്ചേർഡ് പേഴ്സണെ റെഫർ ചെയ്ത് അവിടെ പറയുന്നുണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് പേജ് നമ്പർ 38, അതിൽ അലിറ്ററേഷൻ ഉണ്ട്. വാളിങ് ഇൻ ആൻഡ് വാളിങ് ഔട്ട് അല്ലേ. വാളിങ് ഇൻ ആൻഡ് വാളിങ് ഔട്ട്, സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദെൻ ഹീസ് ഓൾ പൈൻ ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചാർഡ്. പോയിറ്റ് സേസ് ഹിസ് നെയ്ബർ ഹാസ് ഓൾ പൈൻ ട്രീസ് അല്ലേ. നെയ്ബറിനുള്ളതെല്ലാം പൈൻ ട്രീസ് ആണ്. ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചാർഡ്, അവിടെ മെറ്റഫറാണ് അവിടെ ഉള്ളത്. ഐ ആം ആപ്പിൾ ഓർച്ചാർഡ്, എനിക്കുള്ളതെല്ലാം ആപ്പിൾ തോട്ടം ആണ് അല്ലേ. മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ്. ബട്ട് ഹീ സേസ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ലൈന് നമ്മൾ റിപ്പീറ്റ് ചെയ്തെന്ന് പറയുന്നതാണ് റിഫ്രെയിൻ. REFRAIN, റിഫ്രെയിൻ. ഓക്കെ, ആൻഡ് ഇൻ ദിസ് പോയം ദ വാൾ ഈസ് എ സിംബോളിക് വൺ അല്ലേ. വൈ വാൾ ഈസ് സിംബോളിക്? ദ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് വാൾ ഇൻ ദ പോയം മെൻറ്റിംഗ് വാൾ അല്ലേ. അത് ചോദിക്കാം, ഒരു 4 മാർക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിൻ്റെ ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ വാൾ ഈസ് unnecessary between the poet and the neighbor because both of them have different kinds of plans, but his neighbor is adamant or stubborn or having a strong decision that good fences make good neighbors. അപ്പോൾ അത് എലോബറേറ്റ് ദ ഐഡിയ ചോദിക്കാം. അപ്പോൾ എലോബറേറ്റ് ദ ഐഡിയ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി തുടങ്ങണം. These beautiful lines are taken from the poem Mending Wall, written by Robert Frost. In these lines, the poet says, in these lines, the neighbor stresses on the importance of having the fence or a wall between the property. It has a symbolic significance. The wall represents the divisions between or the discrimination between the people, caste, creed and community. അല്ലേ, എല്ലാം ബിറ്റ്വീൻ ദ നേഷൻസ്, അങ്ങനെ രാജ്യം, ഇതൊക്കെ തമ്മിലുള്ള ഒരു ഡിവിഷനെയാണ് ഈ വാൾ എന്നുള്ളൊരു സിംബോളിക് സിഗ്നിഫിക്കൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ലാസ്റ്റ് ഡാർക്ക്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. മൈ നെയ്ബർ ലീവ്സ് ഇൻ ഡാർക്ക്നെസ്. ഡാർക്ക്നെസ് ഈസ് എ സിമ്പിൾ ഓഫ് ഈവിൽ ആൻഡ് ഇഗ്നോറൻസ്. ഹീ ഈസ് എ ട്രഡീഷണൽ പേഴ്സൺ. ഹി ബിലീവ്സ് ഇൻ ഹിസ് ഫാദേഴ്സ് സേയിങ് അല്ലേ. പഴയ കാലത്ത് തന്നെ ജീവിക്കുന്ന ഒരു ആളിനെ കുറിച്ചാണ് പറയുന്നത്. Another figure of speech simile, that is in the last stanza, in each hand like an old stone savage, like അല്ലെങ്കിൽ ആസ് വന്നാൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. the figure of speech is simile, SIMILE. അപ്പോൾ ഒരു പോയം തരുമല്ലോ, കമ്പയർ ചെയ്യാൻ ഒരു പോയം തരുമ്പോൾ 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്കത് സിമിലി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം, പേഴ്സോണിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം, അലിറ്ററേഷൻ, അസോണൻസ്. അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ, കൊച്ചു കുട്ടികൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അലിറ്ററേഷൻ. ലൈൻസ് നോക്കുക, ഒരു ലൈനിൽ ഒരേ അക്ഷരത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സ്, അത് കോൺസണൻറ്റ് സൗണ്ട്സ് ആണെങ്കിൽ അലിറ്ററേഷനും
വവൽ സൗണ്ട്സ് ആണെങ്കിൽ അസോണൻസ് ആണ്. വവൽ സൗണ്ട്സ് മീൻസ് എ ഇ ഐ ഒ യു. ഈ 5 ലെറ്റേഴ്സിൽ തുടങ്ങുന്ന വേർഡ്സ്, ഒരേ അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ ഒരു ലൈനിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതാം അല്ലേ. the assonance of this poem are in words എന്ന് പറഞ്ഞ് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. യു ഷുഡ് അണ്ടർലൈൻ assonance, figure of speech, alliteration, rhyming words, റൈം സ്കീം അറിയാലോ. തന്നേക്കുന്ന പോയം നോക്കിയതിന് ശേഷം അതിലെ ലാസ്റ്റ് ഓരോ വരിയുടെയും ലാസ്റ്റ് വേർഡ്സ് നോക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുക ഏതെങ്കിലും നമുക്ക് ഒരുപോലെ തോന്നുന്നെങ്കിൽ അത് റൈമിങ് വേർഡ്സ് ആയിട്ട് എഴുതുക. അതുപോലെ റൈം സ്കീം, ഓരോ ലൈനിൻ്റെയും ലാസ്റ്റ് വേർഡ് നോക്കുക. അത് പറയുമ്പോൾ അതിനൊരു സിമ്പിൾ, ഒരു സ്മോൾ ലെറ്റർ എ കൊടുക്കുക. സെക്കൻഡ് ലൈനിൽ ലാസ്റ്റ് വേർഡ് നോക്കുക. അതേ സെയിം ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് സെയിം അത് എ തന്നെ കൊടുക്കുക. ഡിഫറൻ്റ് ആണെങ്കിൽ ബി കൊടുക്കുക, അടുത്ത് സി കൊടുക്കുക, അങ്ങനെ പോവുക. ഓക്കെ, അതാണ് റൈമിങ് വേർഡ്സ്. റൈം സ്കീം എഴുതാം. പിന്നെ പോയറ്റിക് ഡിവൈസസ് വേറെ ഏതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നോ അതൊക്കെ എഴുതാം. ലാംഗ്വേജ് ഓഫ് ദ പോയം അല്ലേ. ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് വെരി സിമ്പിൾ. ഞാൻ ഏത് പോയമിനും കോമൺ ആയിട്ട് എഴുതാൻ സാധിക്കുന്ന ആ പോയിൻറ്റ്സ് ജസ്റ്റ് എഴുതുക. അതെല്ലാം നിങ്ങൾക്ക് ഈ തന്നേക്കുന്ന പോയം നമ്മൾ പഠിച്ച പോയമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാം. ഓക്കെ, അത് മറന്നു പോകാതെ ഓർമ്മിക്കുക. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഏത് ലെസൺ റിലേറ്റ് ചെയ്തും ചോദിക്കാം. മെൻറ്റിംഗ് വാൾ റെഫേഴ്സ് മെൻറ്റിംഗ് ദ ഡിവിഷൻസ് അല്ലേ. റിപ്പയറിംഗ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ നെയ്ബർ ആൻഡ് ദ പോയിറ്റ്. ഇതിൽ പറയുന്നുണ്ട് ഏതാ, ദ സ്പ്രിങ് ഈസ് ദ മിസ്ചിവസ് ടൈം അല്ലേ. കാരണം അത് അവരിങ്ങനെ റിപ്പയറിങ്ങിനായിട്ട് വരുമ്പോൾ അത് 2 കാര്യങ്ങൾ അവിടെ നടക്കുകയാണ് അല്ലേ. അവർക്ക് ഒരുമിച്ച് വരാനും പറ്റുന്നുണ്ട്, റിപ്പയർ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആ നോട്ട്സിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചേക്കുക ആ പോയിൻറ്റ്സൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ലെസൺ അമീഗോ ബ്രദേഴ്സ്. ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് 2 ഫ്രണ്ട്സ്. ഹു ആർ ദേ? അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വാഗാസ്. അപ്പോൾ അവരുടെ 2 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് എഴുതാനും ചോദിക്കാം. ഇവിടെയുണ്ട് അല്ലേ. ആദ്യത്തെ കാര്യങ്ങളുണ്ട്. പേജ് നമ്പർ 40, സെക്കൻഡ് പാരഗ്രാഫ്. അന്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി, while Felix was dark, short and husky. Antonio's hair was always falling over his eyes, while Felix wore his black hair in a natural afro style. ഇപ്പം ഞാൻ ഈ ക്ലാസ്സിൽ 2 പേരെ ഈ സിമിലാരിറ്റി ഉള്ള 2 പേരെ ഫ്രണ്ടിൽ നിർത്തി ഞാൻ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ 2 പേരെയും നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. അവരുടെ ആ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് തന്നെ കറക്റ്റ് ആയിരിക്കും അല്ലേ. പിന്നെ നെക്സ്റ്റ് ഇതിലുണ്ട് അല്ലെ എന്തൊക്കെ അവർക്ക് പിന്നെ കുറേ കാര്യങ്ങളുള്ളത്. Page number 40, second section. While some youngsters were into street negatives, Antonio and Felix slept, ate, rapped and dreamt positive. Between them they had a collection of 5 magazines plus a scrapbook filled with torn tickets to every boxing match they had ever attended and some clippings of their own. കണ്ടോ, അപ്പോൾ ഇതൊക്കെ അവർക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അവരുടെ മാച്ച് ചെയ്ത ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ്. 2 പേരും ബോക്സിംഗ് ചാമ്പ്യൻസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് അവരുടെ ഒരു അല്ലേ എലിമിനേഷൻ റൗണ്ടൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് റൗണ്ട് വരുന്നുണ്ട്. അത് നടന്ന സ്ഥലം ടോംകിൻ സ്ക്വയർ പാർക്ക്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ അതിൽ പ്ലേസ് ടോംകിൻ സ്ക്വയർ പാർക്ക് എഴുതാം. അത് അങ്ങനെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും ലെസൺ റിലേറ്റ് ചെയ്ത പ്ലേസ് തന്നെ എഴുതണം. അപ്പോഴേ ഈ കുട്ടിക്ക് ലെസൺ അറിയാവൂ, കാര്യങ്ങൾ അറിയാവൂ എന്ന് മനസ്സിലാവും. ഓക്കെ, പിന്നെ എന്തൊക്കെ ഇതിൽ ചോദിക്കാവുന്നത്? അനൗൺസ്മെൻറ്റ് ചോദിക്കാം. അപ്പോൾ ഇതിൽ സെയിം തന്നെയുണ്ട്. 43 പേജ് നമ്പർ 43 ആദ്യമുണ്ട് അല്ലേ. ഈ മാച്ചിൻ്റെ തന്നെ അനൗൺസ്മെൻറ്റ് ചോദിച്ചാൽ now is the അല്ലേ, ladies and gentlemen, now is the moment we have all been waiting for, the main event between 2 fine young Puerto Rican fighters. In this corner weighing 134 pounds, Felix Vargas, and in this corner weighing 133 pounds, Antonio Cruz. The winner will represent the boys club in the tournament of champions, the Golden Gloves. There will be no draw. May the best man win. അപ്പോൾ പിന്നെ ഇതിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫിലുണ്ട് അല്ലേ. കീപ് യുവർ പഞ്ചസ് അപ്പ്, നോ ലോ ബ്ലോസ്, നോ പഞ്ചിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഹെഡ്, കീപ് യുവർ ഹെഡ്സ് അപ്പ്. ഓക്കെ, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ
ഈ അനൗൺസ്മെൻറ്റ് പോലെ തന്നെ കോമ്പയറിങ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ദ അവർ ഓഫ് ട്രൂത്ത് നമ്മുടെ സ്കൂളിൽ എനാക്ട് ചെയ്യാൻ പോകുന്നു, അതിനെങ്ങനെ നമുക്കൊരു അനൗൺസ്മെൻറ്റ് കൊടുക്കാം ആസ് എ കോമ്പയർ. നിങ്ങളൊരു കോമ്പയറിങ് നടത്തുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് കൊടുക്കാം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ അത് ആ ഒരു മോഡൽ നോക്കുക. കോമ്പയറിങ് നിങ്ങൾ നോക്കിയാൽ മതി. കോമ്പയറിങ് സുനിതാസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. ജസ്റ്റ് അതിൻ്റെ മോഡൽ മോഡൽ ഞാൻ തന്നിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ ഇതിലെ മെസ്സേജ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ലാസ്റ്റ് ഫോർ എവർ ഈവൻ ആഫ്റ്റർ എ ഗ്രേറ്റ് ഫൈറ്റ്. ഫ്രണ്ട്ഷിപ്പ് വേഴ്സസ് ചാമ്പ്യൻഷിപ്പ്, അങ്ങനെ നമുക്ക് ഏതെങ്കിലും പോസ്റ്ററോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ ടൈറ്റിൽ കൊടുക്കാം. ഫ്രണ്ട്ഷിപ്പ് വേഴ്സസ് ചാമ്പ്യൻഷിപ്പ് കൊടുക്കാം. ഓക്കെ, അതായി. ദെൻ നെക്സ്റ്റ് പിന്നെ വേറൊരു നല്ലൊരു കോട്ട് ഞാനിതിൽ തന്നിട്ടുണ്ട്, തോമസ് അക്വിനാസിൻ്റെ. ഡു യു റിമെമ്പർ ദർ ഇസ് നത്തിങ് ഇൻ ദിസ് വേൾഡ് മോർ ടു ബി പ്രൈസ്ഡ് ദാൻ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരാൻ ഡിബേറ്റ് ചോദിക്കാം. ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ഡിബേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഷുവറായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ കുറേ എക്സാമ്പിളായിട്ടൊരു വീഡിയോ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വായിച്ച് നോക്കുക. നിങ്ങൾക്കൊരു ടോപ്പിക് തന്നതിന് ശേഷം എഗെയിൻസ്റ്റായിട്ട് എഴുതാനാണോ ചോദിക്കുന്നത് അതോ സപ്പോർട്ട് ചെയ്തിട്ടാണോ? അപ്പോൾ ആ തന്ന പോയിൻറ്റിനെ നമ്മൾ എഗെയിൻസ്റ്റ് ആണെങ്കിൽ എഗെയിൻസ്റ്റായിട്ട് 2-3 പോയിൻറ്റ്സ് എഴുതുക, സപ്പോർട്ട് ചെയ്താണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെസൺ ദ അവർ ഓഫ് ട്രൂത്ത്. അവർ ഓഫ് ട്രൂത്തിലെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. റോബർട്ട് ബാൾവിൻ, ജോൺ ഗ്രഷാം, മാർത്ത, ഈവി അല്ലേ, ജോൺ. അപ്പോൾ ആ ക്യാരക്ടർ സ്കെച്ച് ഓർമ്മയുണ്ട്. പിന്നെ അതിൽ പറയുന്നത് ഏതിനെക്കുറിച്ചാണ്? ഹൗ പീപ്പിൾ ഈസിലി ഫോർഗെറ്റ് മണി വെൻ ദേ ആർ, ഓർ ഹൗ പീപ്പിൾ ഈസിലി ഫോർഗെറ്റ് ദ വാല്യൂസ്, ദ മോറൽ വാല്യൂസ് വെൻ ദേ ആർ ടെംപ്റ്റഡ് ബൈ മണി. കാശ് കിട്ടുമ്പോൾ ആൾക്കാർ എങ്ങനെയൊക്കെ അതിൽ നിന്നും അവരുടെ മോറൽ വാല്യൂസൊക്കെ കളയുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ സ്റ്റഡി ഓൺ ദ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ. A psychological study on the corrupting influence of money on people. How money influences man. Okay? People easily forget their moral values and principles when they are tempted by money. അപ്പോൾ ഇതിൽ മെസ്സേജ് എന്താ? ട്രൂത്ത് പ്രിവെയിൽസ് ഇൻ ദ എൻഡ്. അവസാനത്തോളം സത്യം നിലനിൽക്കും. ട്രൂത്ത് പ്രിവെയിൽസ് ഇൻ ദ എൻഡ്. അതിൽ ഓപ്പണിംഗ് ആൻഡ് എൻഡിങ് ഓഫ് ദ പ്ലേ, ആദ്യം തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുന്നുണ്ട് അല്ലെ, ഹോട്ട് സണി ആഫ്റ്റർനൂൺ, പെട്ടെന്ന് തന്നെ റെയിനി വരുന്നുണ്ട് അല്ലെ, റെയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലൗഡി ആവുന്നുണ്ട്. അപ്പോൾ അത് റിപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സാഡ്നെസ്സാണ് അല്ലേ. ആദ്യം വളരെ ഹാപ്പിയാണ്, പെട്ടെന്ന് സാഡ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ജോൺ ഗ്രഷാം, അത് നോക്കുക. പിന്നെ റോബർട്ട് ബാൾവിൻ്റെ കുറച്ച് സെൻറ്റൻസുകൾ ഞാൻ ഈ ഡ്രാമ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ചില ലൈൻസ് അത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അത് റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും ഈ പ്ലേയിൽ എന്തൊക്കെ ചോദിച്ചാലും നിങ്ങൾക്കതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഫോർ എക്സാമ്പിൾ പേജ് നമ്പർ 56 ഫേസ്റ്റിലൊരു സെൻറ്റൻസ് ഉണ്ട് കണ്ടോ, അതിലുണ്ട് കണ്ടോ. If it had been anybody else, I would have struck him across the face. വേറെ ആരെങ്കിലും വരെ ഞാൻ അയാളെ മുഖത്തടിച്ചതിന്. That represents the true friendship or the relationship between Robert Baldwin and John Grisham. പിന്നെ ഇടയ്ക്കൊരു കോൾ വന്നപ്പോൾ കട്ടായി പോയതാണ്. കട്ടായാലും ഞാൻ വീണ്ടും വരാം കേട്ടോ, ഒന്ന് കട്ടായിപ്പോയി. ഓക്കെ, സോറി. അതിൽ പറയുന്നുണ്ട് പേജ് നമ്പർ 57 പറയുന്നുണ്ട് കണ്ടോ. It would mean to the world that for years I had been living a lie, that I was not the honorable man I thought I was. അതിൽ ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അല്ല, ഞാൻ ഇത്രയും കാലം അങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് ആൾക്കാർ വിചാരിക്കും. അങ്ങനെ ഒരു ജോൺ ഗ്രഷാമിൻ്റെ അല്ലെങ്കിൽ റോബർട്ട് ബാളിൻ്റെ കറക്റ്റ് ക്വാളിറ്റി മനസ്സിലാക്കുന്ന തരത്തിലാണ് ആ ഒരു സെൻറ്റൻസ് ഉള്ളത്. ഓക്കെ, നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകാം. പിന്നെ ഇതിൽ കറപ്ഷൻ റിലേറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ, കറപ്ഷനെ കുറിച്ച് ചോദിക്കാം. ജനറൽ ക്വസ്റ്റ്യൻ വരാം.
കറപ്ഷൻ്റെ ഞാനൊരു ആൻസർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കറപ്ഷൻ്റെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ വരാം. അത് പേജ് നമ്പർ 67. കറപ്ഷൻ കേർട്ടേഴ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. പിന്നെ റിപ്പോർട്ടർ സ്പീച്ച് ഈ ലെസൺ ബേസ് ചെയ്താണ് ഉള്ളത്. റിപ്പോർട്ടർ സ്പീച്ച് നിങ്ങൾക്കൊരു ഡൗട്ടാണ്, ഗ്രാമർ വരുന്നത് അത് ഫോക്കസ് ഏരിയ റിലേറ്റ് ചെയ്താണോ, അഥവാ അങ്ങനെ ചോദിച്ചാലും ദ അവർ ഓഫ് ട്രൂത്ത് ഫോക്കസ് ഏരിയ ലെസൺ ആണ്. അപ്പോൾ ഈ ഫോക്കസ് ഏരിയ ലെസൺ റിലേറ്റ് ചെയ്തതാണ് റിപ്പോർട്ടർ സ്പീച്ച് വരുന്നത്. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ച് ഷുവർ ക്വസ്റ്റ്യൻ, ഇറ്റ് മേ ബി ഫോർ 4 or 6 മാർക്സ് കേട്ടോ. അപ്പോൾ 4 അല്ലെങ്കിൽ 6 മാർക്സിന് കാണും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളൂ. റിപ്പോർട്ടർ സ്പീച്ച് ഈസിയാണ്, പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, നിങ്ങൾ +1 പഠിച്ചു കഴിഞ്ഞു. പിന്നെ പാസീവ് വോയിസും ഈ ലെസൺ ബേസ് ചെയ്ത് തന്നെയുണ്ട്. പാസീവ് വോയിസ് അറിയാം, ലെറ്റർ ഓഫ് എൻക്വയറി ഓർ ലെറ്റർ ടു ദ എഡിറ്റർ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. ദെൻ യൂണിറ്റ് 3 നമ്മളെത്തി. പേജ് നമ്പർ 77, എ 3-wheeled revolution. ദാറ്റ് ഈസ് എ ലെസൺ അബൌട്ട് ഇർഫാൻ അലം. ഇർഫാൻ അലമിനെ കുറിച്ച് കുറച്ച് ജനറൽ പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചേക്കാം. ഞാൻ ആ ലെസൺ എടുത്തപ്പോഴേ പറഞ്ഞു. പേജ് നമ്പർ 81 എബൌട്ട് ഇർഫാൻ അലം. ഹു ഈസ് ഇർഫാൻ അലം? ഇപ്പോൾ ഇർഫാൻ അലമിനെ നമ്മുടെ സ്കൂളിലേക്ക് ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെൽക്കം ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ആരാന്നറിയാമെങ്കിൽ നമുക്ക് ഈസിയാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിച്ചാലും പ്രൊഫൈൽ എഴുതാൻ വന്നാലും ഇർഫാൻ അലമിനെ കുറിച്ച് കുറേ ജനറൽ പോയിൻറ്റ്സ് മനസ്സിലാക്കുക. അതുപോലെ ഷഹീൻ മിസ്ട്രി, വാങ്കാരി മത്തായി. ഓക്കെ, അപ്പോൾ ഇതിൽ പേജ് നമ്പർ 81, ഹു ഈസ് ഇർഫാൻ അലം? ഇർഫാൻ അലം is the founder and chairman of Samman Foundation. Then he is one of the top 30 youth icons of India, a man who introduced prepaid cycle rickshaws in North India. Then he has won the Business Bazigar Award and the World Bank's Innovation Award. Barack Obama, that was at the Entrepreneur Summit held at Washington, D.C. in 2010, complimented him that he was doing a tougher job than him. Okay, ആ കോംപ്ലിമെൻറ്റ് നമുക്ക് എഴുതാം. ഇർഫാൻ അലമിന് ബറാക്ക് ഒബാമ കൊടുത്ത കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇർഫാൻ അലമിന് ഒരു ഇമെയിൽ വരാം അല്ലേ. ഇപ്പോൾ ഇമെയിലിൻ്റെ ഫോമാറ്റ് മനസ്സിലാക്കി വയ്ക്കുക. CC/BCC കോളം ബ്ലാങ്ക് ഇടരുത്, അത് ഫില്ല് ചെയ്തേക്കുക. ഇപ്പോൾ സമ്മാൻ ഫൗണ്ടേഷനെ കുറച്ചും കൂടെ ഒന്ന് ഇന്നവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സജഷൻസ് കൊടുത്തൊരു ഇമെയിൽ എഴുതാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഷഹീൻ മിസ്ട്രിക്ക് ടീച്ച് ഫോർ ഇന്ത്യക്ക് കുറച്ചൊരു ഐഡിയാസ് കൊടുത്ത് ഒരു ഇമെയിൽ അല്ലെങ്കിൽ ലെറ്റർ എഴുതാൻ ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഇമെയിൽ മനസ്സിലാക്കി വയ്ക്കുക. ഇൻ്റർവ്യൂ വരാം. അപ്പോൾ ഏത് ഇൻ്റർവ്യൂവിനും നമുക്ക് എഴുതാവുന്ന ജനറൽ പോയിൻറ്റ്സ് തന്ന ഞാൻ രണ്ട് വീഡിയോസ് ഉണ്ട്. ഒരെണ്ണം ഞാൻ ഇൻ്റർവ്യൂ റൈറ്റിംഗ് സുനിതാസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഏത് ഇൻ്റർവ്യൂവിനും എഴുതാവുന്ന കുറേ കോമൺ പോയിൻറ്റ്സ്. അപ്പോൾ നല്ല ലാംഗ്വേജ് ഉള്ളവർ അതിനോട് എഴുതാൻ പറ്റുന്ന തരത്തിൽ തന്നെ എഴുതുക. പിന്നെ ഞാൻ ഈയിടയ്ക്കൊന്ന് ജസ്റ്റ് പാസ്സാകുന്നതിന് വേണ്ടി അല്ലേ, നിങ്ങൾക്ക് +2 ജയിക്കണോ, ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകുമോ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ തന്നല്ലോ. അതിൽ ഇൻ്റർവ്യൂവിന് ഞാൻ വേറെ കുറേ മറ്റേ വീഡിയോയിൽ തരാത്ത കുറേ കോമൺ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും തന്നിട്ടുണ്ട്. അതും നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചോദിക്കാം. പിന്നെ റൈറ്റപ്പ് ചോദിക്കാം അല്ലേ, അതൊക്കെ ഒന്ന് നോക്കുക. ഇതിൽ ഇഡിയംസ് വരുന്നുണ്ട്, ഇഡിയോമാറ്റിക് ഫ്രേസസ്. കഴിഞ്ഞ വർഷത്തെ +2 മോഡൽ എക്സാമിന് ഇഡിയോമാറ്റിക് ഫ്രേസസ് കുറച്ച് ചോദിച്ചു. പക്ഷേ പബ്ലിക് എക്സാം ആയപ്പോൾ ഇഡിയോമാറ്റിക് ഫ്രേസസ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സെക്ഷൻ ഫുൾ ഗ്രാമർ ആകാം, പേടിക്കണ്ട. നമുക്ക് നോക്കാം മോഡൽ എക്സാം എങ്ങനെയാണെന്ന് നോക്കാം. മിക്കവാറും അതേ പാറ്റേൺ തന്നെ ആയിരിക്കും പബ്ലിക് എക്സാം. ഇപ്പോൾ ഇഡിയോമാറ്റിക് ഫ്രേസസ് ഒന്ന് ജസ്റ്റ് നോക്കിയേക്ക് കേട്ടോ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് വളരെ രസകരമായിട്ടാണ്. ഞാൻ ഇഡിയംസ് +2 ഇംഗ്ലീഷ് ഇഡിയംസ് എന്നാണ് തോന്നുന്നത് അതിൻ്റെ ടൈറ്റിൽ. അതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. വളരെ രസകരമായിട്ട് കാര്യങ്ങൾ കുറേ ഇഡിയംസ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഫില്ലപ്പ് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അത് ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ ഫ്രേസൽ വേർബ്സ് ഇതിൽ വരുന്നുണ്ട്. ഫ്രേസൽ വേർബ്സും കോമൺ ആയിട്ടൊരു വീഡിയോ തന്നു. അതിലും നമുക്ക് ഏതാ ഗോ ഓൺ, കണ്ടിന്യൂ, വെൻറ്റ് ഓൺ, കണ്ടിന്യൂഡ്, പുട്ട് ഓൺ, വെയർ, പുട്ടപ്പ് വിത്ത്, സഹിക്കുക അല്ലേ. പുട്ട് ഔട്ട് മീൻസ് പുട്ട് ഔട്ട് ദ ഫയർ, തീ അണയ്ക്കുക. ദെൻ മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്, അങ്ങനെ കുറച്ച്
ഫ്രേസൽ വേർബ്സ് പഠിക്കുക. അതുപോലെ തന്നെ ഇഡിയംസും. സിറ്റ് ഓൺ ദ ഫെൻസ് മീൻസ് വേലിക്ക് പുറത്ത് നിൽക്കുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാം, അങ്ങനെ പറയാം. ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി അല്ലേ, ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന ആൾ നമ്മൾ വീണ്ടും വിഷമിപ്പിക്കുകയാണെങ്കിൽ ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വല്ലപ്പോഴും ഒരിക്കൽ. ദ ലാസ്റ്റ് സ്ട്രോ, അഭയസ്ഥാനം അല്ലേ, കച്ചിത്തുരുമ്പ് അവസാനം നമുക്കൊരു അഭയസ്ഥാനം, നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ഒരു എവിടെ ആരെങ്കിലും രക്ഷപ്പെടുത്തുമെന്ന് നോക്കുന്നതാണ് ദ ലാസ്റ്റ് സ്ട്രോ. സിറ്റ് ഓൺ ദ ഫെൻസ് ഞാൻ പറഞ്ഞു. മിസ് ദ ബോട്ട്, ദാറ്റ് മീൻസ് നമ്മുടെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുക. പിന്നെ കുറേ കാര്യങ്ങൾ കൂടെ ഞാൻ അതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഇഡിയംസ് മീനിങ്സ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ലെസൺ പേജ് നമ്പർ 90. ദീദി ഈസ് ഷഹീൻ മിസ്ട്രി. ഷഹീൻ മിസ്ട്രി അല്ലെങ്കിൽ ഇർഫാൻ അലമിൻ്റെ ലെസൺ ബേസ് ചെയ്ത് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമേ ചോദിക്കാം. ആപ്ലിക്കേഷൻ 4 മാർക്സ്, റെസ്യൂമേക്ക് അല്ലെങ്കിൽ ബയോഡേറ്റ അല്ലെങ്കിൽ CV കരിക്കുലം വീറ്റെ ജസ്റ്റ് പഠിച്ചിട്ട് പോവുക. അത് കറക്റ്റാണോ, ജസ്റ്റ് നിങ്ങൾ എഴുതുന്ന എല്ലാ ഇയർ കറക്റ്റാണോ, ഡേറ്റോ കറക്റ്റാണോ, അങ്ങനെയൊന്നും ടീച്ചേഴ്സ് ചെക്ക് ചെയ്യാറില്ല. നിങ്ങൾ എഴുതിയൊന്ന് ജസ്റ്റ് ഒരു ഫോമാറ്റ് നോക്കും. അപ്പം നിങ്ങളുടെ ഫോമാറ്റ് നോക്കുമ്പോൾ ആദ്യം ഒരു ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് അല്ലേ, ഫ്രം, ടു, സർ, പിന്നെ സബ്ജക്റ്റ്, പിന്നെ കാര്യം എഴുതുക. അത് ഞാൻ തന്ന വീഡിയോയിൽ ഒത്തിരി ഉണ്ട്. ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ഒത്തിരി തന്നതിന് കാരണം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു പകുതിയെങ്കിലും എഴുതുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത്രയും വേണ്ട. ജോബ് ആപ്ലിക്കേഷൻ ഫുൾ നിങ്ങൾക്ക് ഒരു പേജ് എഴുതുക. അതിൽ ലാസ്റ്റ് താങ്കിങ് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ, പ്ലേസ്, ഡേറ്റ്. ഇതിൽ ഫോമാറ്റൊക്കെ തെറ്റിയാൽ കുഴപ്പമില്ല. ലെഫ്റ്റ് അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമില്ല. ഒരു ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ഫോമാറ്റ് വരിക. ദെൻ റെസ്യൂമേ അല്ലെങ്കിൽ ബയോഡേറ്റ അല്ലെങ്കിൽ കരിക്കുലം വീറ്റെ എന്ന് ടൈറ്റിൽ കൊടുക്കുക. നെയിം ഓഫ് ഫാദർ, അങ്ങനെ ഞാൻ പറഞ്ഞാൽ കുറേ അതിനും കറക്റ്റ് ഓർഡർ ഒന്നും നോക്കണ്ട. നിങ്ങൾ കുറേ പഠിച്ചിട്ട് പോവുക കേട്ടോ. ബയോഡേറ്റയ്ക്ക് കുറേ പഠിച്ചിട്ട് പോവുക, അതങ്ങോട്ട് കുറേ എഴുതുക. ലാസ്റ്റ് ഡിക്ലറേഷൻ അല്ലേ, ഡിക്ലറേഷൻ നമ്മളൊരു സത്യപ്രസ്താവന നടത്തുകയാണ്. ഐ ഡു ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ എബവ് എന്താ നമ്മൾ ഐ ഡു ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ദ എബവ് തിങ്സ് ആർ ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ്. I do hereby declare that the above things are they are true to the best of my knowledge and belief. അങ്ങനെ എഴുതി ഡിക്ലറേഷനോട് കൂടെ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊരു ഫോമാറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 8ന് 8 കിട്ടും. ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമേ ഉണ്ടെങ്കിൽ അതെല്ലാവരും എഴുതി വയ്ക്കുക. ചിലപ്പോൾ അതൊരു അഡ്വർടൈസ്മെൻറ്റ് തന്നതിന് ശേഷം അതിന് ഒരു അഡ്വർടൈസ്മെൻറ്റ് തന്നിട്ട് അതിന് നിങ്ങളോട് ഒരു ആപ്ലിക്കേഷനും നിങ്ങളുടെ ബയോഡേറ്റയും കൊടുക്കാനായിരിക്കും. ചിലപ്പോൾ ഇർഫാൻ അലമിലേക്ക് അല്ലെങ്കിൽ ഷഹീൻ മിസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ലെസൺ റിലേറ്റ് ചെയ്ത് ചോദിക്കാം. ഉറപ്പായും 8 ഔട്ട് ഓഫ് 8 കിട്ടുന്ന വളരെ ഈസി ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു. ദീദിയുടെ ലെസണിൽ അത് തന്നെയാണ് സാധാരണ ചോദിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഒരു കോൺവെർസേഷനോ ടെലഫോണിക് കോൺവെർസേഷൻ, ഷഹീൻ മിസ്ട്രി പാരൻസുമായിട്ടുള്ളൊരു ടെലഫോണിക് കോൺവെർസേഷൻ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, പേജ് നമ്പർ 95 ടെക്സ്റ്റിലൊരു ജോബ് ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. അത് വേണമെന്നില്ല. അതേ ഫോമാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോമാറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള അത്. ദ നെക്സ്റ്റ് ലെസൺ സ്റ്റാമർ, പേജ് നമ്പർ 101. സച്ചിദാനന്ദൻ. സ്റ്റാമർ ഇസ് എ സിമ്പിൾ പോയം ബൈ സച്ചിദാനന്ദൻ അല്ലേ. സ്റ്റാമർ ഇതിൽ പറഞ്ഞ് ഞാനത് വളരെ ഫാസ്റ്റായിട്ട് 5 minutes കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നായിരുന്നു. സ്റ്റാമർ ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്, ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്. സ്റ്റാമർ ഈസ് സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. The poet compares stammer with lameness. Lameness is the silence that falls between the word and the deed. Then the poet has the linguist has a doubt. They have 2 doubts there, whether the stammer precede the language or succeed it. Is it only a dialect or a language itself? Then each time we stammer, we are offering a sacrifice to the god of meanings. Then when the whole people stammer, the stammer becomes their mother tongue, just as it is with us now. അത് കമ്പയർ ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂസ് വന്നാൽ നമ്മുടെ സൊസൈറ്റി ഫുൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ when the whole people stammer, it becomes their mother tongue. അവിടെ ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. Then God too must have stammered when he created man. That is why all the words of man carry different meanings. That is why everything he utters, from his prayers to his commands, stammers like poetry. At the end of the poem, the poet compares stammer with
പോയിട്രിക്ക് നമ്മൾ ഓരോരുത്തരും വായിക്കുമ്പോൾ പല പല മീനിങ്സും പല പല വ്യൂസ് കിട്ടും. അതുപോലെ തന്നെയാണ് സ്റ്റാമറും അല്ലേ. ഓരോരുത്തരും ഗോഡും മനുഷ്യനെ അല്ലേ, വെൻ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഗോഡ് ടു മൈറ്റ് ഹാവ് സ്റ്റാമേർഡ്, ദൈവം പോലും വിക്കിക്കാണും. അതുകൊണ്ടാണ് പല പല മീനിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാമർ പിടി കിട്ടിയല്ലോ, അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അതിലാണ് ബ്ലോഗ് വരുന്നത്. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് ബ്ലോഗ് വരുമ്പോൾ പേജ് നമ്പർ 103 ജസ്റ്റ് ടൈറ്റിൽ കൊടുക്കുക, ആരാണോ എഴുതുന്നത് നിങ്ങളുടെ പേര് എഴുതുക, ഡേറ്റ് എഴുതുക, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യം പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് ബ്ലോഗ്. 4 മാർക്സിനായിരിക്കാം ബ്ലോഗ്. അപ്പോൾ എന്താണോ ചോദിക്കുന്നത് അതിനെക്കുറിച്ച് അങ്ങോട്ട് എഴുതുക. വളരെ ഈസി ആയിട്ട് ബ്ലോഗിന് ഫുൾ മാർക്ക് കിട്ടും. ദ നെക്സ്റ്റ് ലെസൺ അബൌട്ട് വാങ്കാരി മത്തായി, വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. ഇത് ഒരു റിപ്ലൈ സ്പീച്ചാണ്. വാങ്കാരി മത്തായി ഇറ്റ്സ് എ റിപ്ലൈ സ്പീച്ച് ദാറ്റ് ഷി ഹാസ് ഡൺ ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ദ നൊബേൽ പ്രൈസ് അല്ലേ. നൊബേൽ പ്രൈസ് കിട്ടിയതിന് ശേഷം പിന്നെ വാങ്കാരി മത്തായി നടത്തിയ ഒരു റിപ്ലൈ സ്പീച്ചാണ് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. അപ്പോൾ ഈ ലെസൺ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല പാഠം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലബിന് നിങ്ങൾക്കൊരു ഭയങ്കര ഒരു അവാർഡ് കിട്ടി, അത് വാങ്ങിയതിന് ശേഷം ഒരു റിപ്ലൈ സ്പീച്ച് നടത്തുക. അപ്പോൾ ഒരു റിപ്ലൈ സ്പീച്ചിൻ്റെ എങ്ങനെ നമുക്ക് പറയാം, അതിൻ്റെ ഒരു ഫോമാറ്റ് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ആ ലെസണിൽ ഉണ്ട്, ആ വീഡിയോയിൽ ലാസ്റ്റ് ഉണ്ട്. ജസ്റ്റ് നോക്കുക അതിൻ്റെ ഫോമാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു റിപ്ലൈ സ്പീച്ചിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ജനറൽ ക്വസ്റ്റ്യൻ നമ്മുടെ നേച്ചർ കൺസർവേഷനെ കുറിച്ച് ആർട്ടിക്കിൾ, എസ്സേ, സ്പീച്ച് ചോദിക്കാം. അതിനൊരു എക്സാമ്പിളും ഞാനൊരു ആൻസർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ സിമ്പിൾ പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസ് ചോദിക്കാം അല്ലേ. സേവ് എർത്ത്, സേവ് ലൈഫ്, സേവ് വാട്ടർ, സേവ് ലൈഫ്, അങ്ങനെയുള്ള സിമ്പിൾ പോസ്റ്റേഴ്സ് ഒക്കെ ചോദിക്കാം. അഫോറസ്റ്റേഷൻ, ഡീഫോറസ്റ്റേഷനെതിരായിട്ട് അങ്ങനെയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാം അല്ലേ. We won't have a society if we destroy the environment. That is the words of Margaret Mead. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഫോർമൽ ഒരു സ്പീച്ച് ചോദിക്കാവുന്നത്. നെക്സ്റ്റ് ലെസൺ പേജ് നമ്പർ 115, റൈസ് ബൈ ചെമ്മനം ചാക്കോ അല്ലേ. ദാറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ബൈ അയ്യപ്പ പണിക്കർ. വളരെ ഒരു സിനിമാ കഥ പോലെ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ പറയാവുന്നത് ദ ഫസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദ പോയറ്റ് or the person who is returning from North India after 4 years of doctoral study. He has got doctoral degree for a simple thing, that is making toys from husk. വളരെ നിസ്സാരമായ കാര്യത്തിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത്. അപ്പോൾ the whole poem is a satire. The poet satirizes different things അല്ലെ. പല പല കാര്യങ്ങൾ ആ പോയറ്റ് കളിയാക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങളായിട്ട്. അപ്പോൾ അതിൽ ദ പോയം റൈസ് ഈസ് എ സാറ്റയർ. ഏതൊക്കെയാണ്? അപ്പോൾ റൈസ് അതിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 ക്വസ്റ്റ്യൻ ഒറ്റ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. റൈസ് സുനിതാസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും അത് കിട്ടും. അതൊന്ന് കേട്ട് ജസ്റ്റ് ഓടിച്ച് നോക്കുക. അതിൽ ആദ്യത്തെ പാർട്ട് എക്സ്പെക്റ്റേഷൻ, സെക്കൻഡ് പാർട്ട് റിയാലിറ്റി. അപ്പോൾ ആദ്യം പോയിട്ട് എന്തൊക്കെ ഒരു സിനിമ കഥ പോലെ സിമ്പിളാണ്, വായിച്ച് ഞാൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ട്. പിന്നെ അപ്പോൾ അതിൽ ദ പോയം റൈസ് ഈസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റിയാലിറ്റി. ആ സിമ്പിൾ ഇതിലെ കാര്യങ്ങൾ തന്നെ എഴുതിയാൽ മതി. 6 മാർക്സിനൊക്കെ റൈറ്റപ്പ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയാവുന്നത് ഏതാ, ഇതിലൊരു അപ്രീസിയേഷൻ ചിലപ്പോൾ ചോദിക്കാം. കാരണം ബിക്കോസ് റൈസ് ഈസ് എ ഫോക്കസ് ഏരിയ പോയം. അപ്പോൾ ഇതിലെ കാര്യം ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ദ ചേഞ്ച് ഓഫ് പീപ്പിൾ ഫ്രം food crops to cash crops. The poet satirizes the change of people from food crops to cash crops. Then the flight of farmers who are forced to move from food crops to cash crops. Then also the nostalgic feeling of poet is narrated here. The poem is a contrast between expectations and reality. ഇതിലെ ഐറണി പറയുന്നുണ്ട്. ലാസ്റ്റ് ലൈൻ, ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു. ഐറണി മീൻസ് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇയാൾക്കൊരു ഡോക്ടറേറ്റ് കിട്ടിയത് ഈ ചെറിയ കാര്യത്തിനാണ്, പക്ഷേ ലാസ്റ്റ് അയാൾ പറയുന്നുണ്ട് അങ്ങ് നോർത്തിൽ പോയാലെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ അല്ലേ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് കുറേ ദ പോയറ്റ് സാറ്ററൈസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? പൊളിറ്റീഷ്യൻസിന്. ദ ചീഫ് മിനിസ്റ്റർ ഈസ് ഓഫ് ലൈക്ക് an arrow to the center to clamor for more grains. He is flying high above the cash crops, now growing tall like the trees. Here the poet satirizes the politicians. They have also grown like the trees. Then no one is promoting the farming of rice. The ship of the sky, that is the aeroplane, the drowning of, the crying of,
അവിടെ ലാസ്റ്റ് നോക്കിയേ, എബവ് us a ship of the sky rose northwards drowning my brothers loud cries. അപ്പോൾ അതുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളാണല്ലോ, നിങ്ങൾക്കറിയാം. ദെൻ നെക്സ്റ്റ് ലെസൺ, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. പഠിച്ചിട്ട് പോവുക. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പായും കാണും. എസ്സേ, ആർട്ടിക്കിൾ ഓർ സ്പീച്ച്. ഈ ലെസണിലെ സെയിം സെൻറ്റൻസ് തന്നെ പഠിച്ചിട്ട് പോവുക. Addiction is a family disease. One person may use, but the whole family suffers. That is the words of Shelley Lewis. കേട്ടോ, drugs take you to hell disguised as heaven. Donald Frost. Then in this essay, the writer, Dr. Hardin B. Jones, says about the problems of physical and mental issues due to the misuse of drugs. A timely warning to the modern society. അപ്പോൾ ഇതിൽ ഞാൻ അന്ന് പറഞ്ഞു തന്നു, അല്ല അതിൽ പറഞ്ഞു തന്നത് നമ്മളൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ പഠിക്കുക. പിന്നെ ഇതിൽ പറയുന്നത് ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചേഞ്ച് ഓഫ് മിസ്യൂസ് ഓഫ് ദ ഡ്രഗ്സ്. പേജ് നമ്പർ 121, the drug related health disorders are many and varied. അല്ലേ, നമുക്ക് ഈ ഡ്രഗ് ഡിസോർഡേഴ്സ് അനുസരിച്ചുള്ള നമ്മുടെ ബോഡി ചേഞ്ചസ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്? പല കാര്യങ്ങളുണ്ടല്ലേ. ഡേർട്ടി നീഡിൽസ് ആൻഡ് സൊല്യൂഷൻസ് യൂസ്ഡ് ഫോർ ഇഞ്ചെക്ടിങ് ഡ്രഗ്സ് ക്യാൻ കോസ് ആബ്സസസ് ഇൻ ദ ആംസ് ആൻഡ് വെയിൻസ്, liver disease, venereal disease. Venereal disease means sexual disease, infection of kidneys and brain. Sniffing cocaine and amphetamines can damage the tissues of the nose. Marijuana and tobacco smoking can cause lung diseases. Heavy users of alcohol, volatile solvents, amphetamines, marijuana, livers are permanently damaged. Then പിന്നെ അതാ withdrawal symptoms of the newborn child, pneumonia, tuberculosis, malnutrition, weight loss, cardiac failure, death. എല്ലാ ഡിസീസും ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് എഴുതി വയ്ക്കുക. പിന്നെ ചിലപ്പോൾ ഒരു അവയർനെസ്സിൻ്റെ സ്പീച്ച് കൊടുക്കാൻ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഡ്രഗ് മിസ്യൂസ് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അതുകൊണ്ട് നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യരുതെന്നൊക്കെ പറയാം, അല്ലേ. ഇപ്പോൾ ഇതിൽ നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാം. ഡ്രഗ് അഡിക്ഷൻ, എൻഡ്ലെസ് അഫ്ലിക്ഷൻ. ലീവ് ഡ്രഗ്, ലീവ് ലൈഫ്, ഡോണ്ട് ഹഗ് ദ ഡ്രഗ്. ഓക്കെ. പിന്നെ ഇതിൽ സജഷൻ അല്ലെങ്കിൽ അഡ്വൈസ് ചോദിക്കാം. നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഡ്രഗ് അഡിക്റ്റ് ആയവർക്ക്, യു ഹാഡ് ബെറ്റർ, you should, why don't you, you had better consult a doctor, you should seek the help of a counselor, why don't you seek the help of a counselor. Then and the you had better seek the help of a doctor. അതുപോലെ റീഹാബ് എന്താ അങ്ങനെ കുറച്ച് പറയാം, അല്ലേ. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് സജഷൻസ് കൊടുക്കാം. പിന്നെ ഇതിലാണ് വരുന്നത് പേജ് നമ്പർ 125, എൻക്വയറി ലെറ്റർ. അതിൻ്റെ ഒരു ഫോമാറ്റ് ഇവിടെയുണ്ട്, ലെറ്റർ ഓഫ് എൻക്വയറി. അത് നോക്കിയേക്കാം. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് യൂണിറ്റ്, ലൈറ്റർ സൈഡ്, ഹ്യൂമർ സൈഡിന് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. അതിൽ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ഒരു പോസ്റ്റ് ഓഫീസിൽ കണ്ട ഒരു ചെറിയൊരു പോസ്റ്ററാണ്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ക്രിസ്മസിന് വളരെ നേരത്തെ തന്നെ നമ്മൾ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണം, ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ഹർബറി ഓഫ് ദ ലാസ്റ്റ് മിനിറ്റ്. അപ്പോൾ അതിലൊരു ഓൾഡ് ലേഡി, ഞാനൊരു കുറച്ച് കാര്യങ്ങൾ ചേർത്ത് ഒരു കുഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പകുതിയാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കെങ്കിലും നിങ്ങൾക്കതൊന്ന് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ലാസ്റ്റ് യൂണിറ്റ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ നെക്സ്റ്റ് പോയം, ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ദാറ്റ് ഈസ് റിട്ടൺ ബൈ ഓഗ്ഡൻ നാഷ്. ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലേ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഈസ് എ ഹ്യൂമറസ് വൺ. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. കുറച്ചൊരു ഹേർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്, ബട്ട് ആക്ച്വലി അത് ഭയങ്കര ഒരു ഹാംഫുൾ ആയിട്ടുള്ളൊരു കാര്യം, വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്, അല്ലേ. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എടുത്തു തന്നു. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. എക്സാജറേഷൻസ് ഉണ്ട്. ദ സെക്ഷൻ ഓഫ് ദ മൗത്ത് ഈസ് കമ്പയർഡ് വിത്ത് the road that is on repair, അല്ലേ, that is being repaired. പിന്നെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ലാസ്റ്റ് ഞാൻ ഒരു സമ്മറി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ നഴ്സറി സ്റ്റുഡൻറ്റ് ആൻഡ് എ ടീച്ചർ. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഹിയർ the teacher has done a crime and the punishment is given by the student. The teacher has to dance to the tune of the student for സ്ലാപ്പിംഗ് ഓൺ ഹിസ് ചീക്ക്, അല്ലേ. അങ്ങനെ ചെയ്തതുകൊണ്ട് ഈ ടീച്ചർക്ക് സഫർ ചെയ്യേണ്ടി വരുന്ന കാര്യത്തെക്കുറിച്ചാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ദാറ്റ് ഇസ് എ സിമ്പിൾ സ്റ്റോറി റിട്ടൺ ബൈ
RK നാരായൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വളരെ ഫാസ്റ്റായിട്ടൊന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞു തന്നു. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഓർമ്മ കിട്ടിയെന്ന് തോന്നുന്നു. എനിവേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് വളരെ നന്നായിട്ടൊന്ന് നാളെ എഴുതി നോക്കുക. ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വളരെ കെയർലെസ് ആയിട്ട് മോഡൽ എക്സാം കാണരുത്. എഴുതി നോക്കുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പ്രാക്ടീസ് ചെയ്യുക. പല കുട്ടികളും നിങ്ങൾ അറ്റൻഡ് ചെയ്തു. ഐ എം സോ ഹാപ്പി ടു ഹിയർ യുവർ loving words. Thank you so much for watching my class. ഓക്കെ, ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചിട്ട് പോകരുത്. ഫോക്കസ് ഏരിയ ആണോ നോൺ ഫോക്കസ് ഏരിയ ആണോ നോക്കാതെ എല്ലാം പഠിക്കുക. ബിക്കോസ് ആ ഫസ്റ്റ് ഓരോ പാർട്ടായിട്ട് ചോദിക്കുന്നതിൽ ഫസ്റ്റ് പാർട്ടിൽ തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ 1 to 10, അതിൽ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ നിന്നാണ്. 6 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ബാക്കി 7, 8, 9, 10 ആ ലാസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് നോൺ ഫോക്കസ് ഏരിയ ലെസൺ ആണ്. അപ്പോൾ നോൺ ഫോക്കസ് ഏരിയ ലെസണിന് ചോയ്സ് ഇല്ലാതെ ചോദിക്കുകയാണ്. അപ്പോൾ ചോയ്സ് ഇല്ലാതെ ചോദിച്ചാൽ ആ ലെസൺ നിങ്ങൾക്ക് ഫുൾ അറിയാമെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ലെസണും വിട്ടേക്കണ്ട. ഓക്കെ, നമ്മുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനൊക്കെ അങ്ങ് പഴയ പാറ്റേൺ പോലെ ആയി. ഹോൾ പോർഷനിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എനിവേ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്യാം. നാളെ ഞാൻ ടൈം ഇടാം. മിക്കവാറും 7 o'clock തന്നെ നിങ്ങൾക്ക് ആ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒന്ന് പറയാം കേട്ടോ, പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്കൊന്ന് വാല്യൂ ചെയ്യാമല്ലോ, എങ്ങനെ എന്തൊക്കെ ഇനി ബെറ്റർ ചെയ്യണം എന്നുള്ളത് നാളെ നമുക്ക് നോക്കാം. ഓക്കെ, ബൈ ബൈ. ഒത്തിരി സമയം നിങ്ങൾ എടുത്ത് പഠിക്കുക, ഒന്ന് റിവൈസ് ചെയ്യുക, കഴിയുന്നത്ര ഒന്ന് വായിച്ചിട്ട് പോവുക, ഗ്രാമറൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. എന്തായാലും ഗ്രാമർ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ 1 മാർക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതുക. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. മാക്സിമം മാർക്ക് 100 out of 100 ഞാൻ ഗ്യാരണ്ടി തരികയാണ് അല്ലേ. ഞാൻ വീണ്ടും പറയുകയാണ്, +1 എൻ്റെ ക്ലാസ്സിൽ എൻ്റെ സ്കൂളിൽ തന്നെ 5 കുട്ടികൾക്ക് 100 out of 100 ആണ്. അപ്പോൾ നിങ്ങൾക്കും ഷുവറായിട്ട് കിട്ടും. ഒത്തിരി കുട്ടികൾ ഈ വീഡിയോസും ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഫുൾ മാർക്ക് +1 കിട്ടിയില്ലേ, നിങ്ങൾക്ക് കിട്ടിയില്ലേ, ഫുൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നിട്ട്. അപ്പോൾ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്തേക്കും. നല്ല മാർക്ക് കിട്ടട്ടെ. മൈ പ്രേയേഴ്സ് വിൽ ബി വിത്ത് യു. ബെസ്റ്റ് ഓഫ് ലക്ക് അല്ലേ, ബെസ്റ്റ് വിഷസ്. ഓക്കെ, ബൈ ബൈ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാനിന്ന് നേരത്തെ ക്ലാസ് എടുത്തത് തന്നെ ഇനിയും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ ടൈം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ബൈ ബൈ.